രതീഷ് ചേരുന്നുണ്ട്. രതീഷ്, കൃത്യം എത്ര മണിക്കാണ് ഈ കസ്റ്റഡിയിലെടുക്കൽ നടന്നത്? കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു? കാരണം മുൻകൂർ ജാമ്യമൊക്കെ ശ്രമിക്കുന്നതിനിടെയാണ് വളരെ വേഗത്തിലുള്ള ഒരു അറസ്റ്റ് നടപടിയിലേക്ക്, കസ്റ്റഡിയിലെടുക്കലിലേക്കൊക്കെ പോലീസ് നീങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് വയനാട്ടിലെ മാധ്യമപ്രവർത്തകർക്കൊക്കെ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നോ ഇദ്ദേഹത്തെ വയനാട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ? അതീവ രഹസ്യാത്മകമായിട്ടായിരുന്നു ഈ കസ്റ്റഡിയിലെടുക്കൽ നടന്നത്. മാധ്യമപ്രവർത്തകരൊക്കെ വളരെ വൈകിയാണ് ഈ വിഷയം അറിഞ്ഞത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ എയർ ക്യാമ്പിന്റെ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി. അതായത് പുത്തൂർവയലിലെ എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അത്യന്തം നാടകീയമായി, രഹസ്യാത്മകമായിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ പോലീസ് നടത്തിയത്. സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എപ്പോഴായിരിക്കും കൊച്ചിയിലേക്ക് കൊണ്ടുവരിക? മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും എന്നതറിയാൻ ആകാംക്ഷയുണ്ട് എല്ലാവർക്കും. എന്തായിരിക്കും ഇനി ഈ കേസിൽ സംഭവിക്കുക? പരാതി കിട്ടി മണിക്കൂറുകൾക്കുള്ളിൽ 2 മണിക്കൂറുകൾക്കുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയാണ്. ഇതിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ 3 ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. FIR ഇട്ടതിന് ശേഷം 7:30 സിറ്റി പോലീസ് കമ്മീഷണറുടെ കൃത്യമായ നിർദ്ദേശം എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന് വരികയാണ്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 10 അംഗ സംഘത്തെ രൂപീകരിക്കുന്നു. ഈ 10 അംഗ സംഘത്തിൽ 3 സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തുകയാണ്. ഈ 3 സ്ത്രീകളെ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം ഹണി റോസിന്റെ മൊഴി എടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങേണ്ടതുണ്ട്. മാത്രമല്ല, ഇവർ നൽകിയിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഇന്നലെ തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. വൈകുന്നേരം 5 മണിക്ക് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയായിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം കൈമാറിയിരുന്നത്. എന്തായാലും തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷം ഇന്നലെ തന്നെ അതിനുവേണ്ട നടപടികൾ, പേപ്പർ വർക്കുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ഏറെക്കുറെ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഈ 10 അംഗ സംഘത്തെ 4ആയി തിരിക്കുകയും അതിലൊരു സംഘം വയനാട് എത്തുകയും ചെയ്തു. സെൻട്രൽ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് വയനാട് എത്തിയത്. അവർ ബോബി ചെമ്മണ്ണൂർ ഇന്ന ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു, മേപ്പാടിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുകയും മേപ്പാടിയിലെ റിസോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടുകയുമാണ് ചെയ്തത്. അവിടെ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടി കസ്റ്റഡിയിലെടുത്ത് പിന്നീട് എയർ ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. എന്തായാലും അവിടെ നിന്ന് ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. അല്പനേരത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കൊച്ചിയിൽ കൊണ്ടുവന്നാൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് എത്രയും പെട്ടെന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി പിന്നീട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലോ അല്ലെങ്കിൽ കോടതിയിലോ, കോടതി സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കും. അതല്ലെങ്കിൽ 5 മണിക്ക് ശേഷമാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുകയും ചെയ്യും. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ്, ബോബി ചെമ്മണ്ണൂരിന് ഈ നിലവിലെ അവസ്ഥയിൽ ജാമ്യം ലഭിക്കുകയില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരത്തിൽ ഇരിക്കുന്ന കാര്യമാണ്, കോടതിയുടെ വിവേചനാധികാരമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും നിലവിലെ അവസ്ഥയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകളെ പോലീസ് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ വിശദമായ വിവരങ്ങൾ പോലീസ് ഓരോ മേഖലകൾക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. എങ്ങനെ ഹാജരാക്കിയാൽ ഇന്ന് ബോബി ചെമ്മണ്ണൂർ ജയിലിലാകുമെന്നാണ് ഏറെക്കുറെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ കൃത്യമായ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്ത് 12 മണിക്കൂർ തികയുന്നതിന് മുൻപ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. 14ാമത്തെ മണിക്കൂറിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് പോലീസിന് രേഖപ്പെടുത്താൻ കഴിഞ്ഞു. ലക്ഷ്മി, വേഗത്തിലുള്ള നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നാടകീയമായ അറസ്റ്റ് നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഹണി റോസ് മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ച കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശം കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിവേഗത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസ് ഇന്ന് പുലർച്ചെയോടെ വയനാട് മേപ്പാടിയിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ പുത്തൂർവയലിലെ എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്തുകൊണ്ട് രതീഷ് വാസുദേവൻ തുടരുന്നുണ്ട്. രതീഷ്, നേരത്തെ പറയുമ്പോൾ അവിടെ നിന്നും ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചൊന്നും ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല അല്ലേ? അവിടേക്ക് പോലീസ് എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന കാര്യം.
ലക്ഷ്മി, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എയർ ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. 5 മിനിറ്റ് മുമ്പെയാണ് എയർ ക്യാമ്പിൽ നിന്ന് പ്രാഥമിക മൊഴിയെടുപ്പുകൾക്ക് ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിലേക്ക് പ്രത്യേക വാഹനത്തിൽ കൊണ്ടുപോയത്. കൊച്ചിയിലെ അന്വേഷണ സംഘം വന്ന അതേ വാഹനത്തിലാണ് അദ്ദേഹത്തെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. നേരിട്ട് കൊച്ചിയിലേക്ക് ഈ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കും ഇദ്ദേഹത്തെ ആദ്യമായി കൊണ്ടുപോവുക. എന്തായാലും നേരത്തെ സഹിൻ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ എറണാകുളത്ത് എത്തിക്കുക, കൊച്ചിയിൽ എത്തിക്കുക എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഇന്ന് പുലർച്ചെയാണ് പ്രത്യേക അന്വേഷണം വളരെ നാടകീയമായി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം 9 മണിയോടെ പുത്തൂർ വയലിലെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് അവിടെ നിന്നാണ് പ്രാഥമികമായ മൊഴികൾ മറ്റും രേഖപ്പെടുത്തിയത്. അതിനുശേഷം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് വളരെ പൊടുന്നനെ ഇപ്പോൾ നേരിട്ട് ഈ അന്വേഷണ സംഘം വന്ന അതേ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നടപടി വളരെ ദ്രുതഗതിയിൽ ഉണ്ടാകുന്നു. സഹീൻ പറഞ്ഞ പോലെ വളരെ മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ ഈ ഹണി റോസിന്റെ പരാതിയിൽ, ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ആ പരാതിയിൽ വളരെ പൊടുന്നനെ ആക്ഷൻ ഉണ്ടാകുന്നു, നടപടി ഉണ്ടാകുന്നു. ഒരു വ്യവസായ പ്രമുഖനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് അദ്ദേഹത്തിന്റെ 1000 ഏക്കറായുള്ള 5 കുന്ന് ഭാഗത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ തോട്ടം തന്നെയാണ്, അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റാണ്. അവിടെ തന്നെ വെച്ചിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആർക്കും തന്നെ ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർക്കൊന്നും തന്നെ അത്തരമൊരു സൂചന ലഭിച്ചില്ല. ഇത്തരത്തിൽ അന്വേഷണ സംഘം വിവിധ രീതിയിൽ പരിശോധന നടത്തുന്നുണ്ടെന്ന സൂചന ലഭിച്ചെങ്കിലും ഇന്ന് വയനാട്ടിൽ നിന്ന് ഇത്തരമൊരു നീക്കം നടത്തുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായില്ല. അത്തരത്തിൽ വളരെ നാടകീയമായി, വളരെ രഹസ്യമായി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും എയർ ക്യാമ്പിൽ എത്തിക്കുകയും പ്രാഥമിക ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇപ്പോൾ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ലക്ഷ്മി.